യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പ്രകാശമാകുന്ന വചനത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് സകല അന്ധകാര ശക്തികളിൽ നിന്നും നാം വിമോചിതരാകുന്നു. ദൈവവിശ്വാസമെന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് അവിടുത്തെ വചനം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. ആത്മാവും ജീവനുമായ അവിടുത്തെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് പ്രാവർത്തികമാക്കുന്നത് വഴി അവിടുത്തെ അനുയായികളായി, ക്രിസ്തുവിന് സാക്ഷികളായി നമുക്ക് തീരാം. ഒരു വ്യക്തിയുടെ ജീവിതസാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കായി സന്ദേശം നൽകുന്നത് കാരീസ് ഭവനിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. എൻ്റെ പേര് ശാരിക, വീട് പുന്നത്ര. കഴിഞ്ഞ മെയ് മാസത്തിൽ കാരിസ്മലിൽ വെച്ച് നടന്ന മരിയൻ ധ്യാനത്തിൽ വെച്ച് എൻ്റെ ബ്രസ്റ്റിലുണ്ടായിരുന്ന 4 മുഴകൾ ദൈവം എടുത്തു മാറ്റി. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിക്ക് ഒരു പെൺകുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. പിന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എൻ്റെ മോള് സെല്ലുലൈറ്റിസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുവാണെങ്കിൽ കാരിസ്മലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛന്മാരോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ അവൾ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് ഡിസ്ചാർജ് ആയി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും യേശുവിൻ്റെ നാമത്തിൽ വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃപയുടെ നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമ്മുടെയൊക്കെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപയോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദോസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദോസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണാൻ പറ്റും, ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഹെരോദോസ് പരിഭ്രാന്തനാകുകയാണ്, ആകുലപ്പെടുന്ന ഒരു അവസ്ഥയാണ് സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഒരു ഫ്ലാഷ് ബാക്ക് എന്നോണം
അവിടെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ 17 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. പാപത്തിൻ്റെ ഒരു സ്വഭാവം. നമുക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ബിജിലച്ചനെ അറിയാവുന്നവർ പറയും, ബിജിലച്ചൻ്റെ സ്വഭാവം എനിക്കറിയാന്നേ, ഞാൻ അച്ഛനെ ഒത്തിരി അടുത്ത് അറിയുന്നതല്ല, അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട്. ഒരു പട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലേ? കുറയ്ക്കുക എന്നുള്ളത് പട്ടിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പോലെ തന്നെ പാപത്തിന് ഒരു സ്വഭാവമുണ്ട്. ആ പാപത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇന്നത്തെ ഈ വായനയിലൂടെ നമ്മൾ കേട്ടത്. അതെന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. കാരണം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ വേളകളിൽ പാപത്തിൽ വീണിട്ടുള്ളവരാണ്, പാപത്തിൽ വീഴാൻ സാധ്യതയുള്ളവരാണ്. ഇന്നലകളിൽ പാപത്തിൽ വീണിട്ട് അതിൽ നിന്നും കർത്താവിൻ്റെ കാരുണ്യത്തിൽ പുറത്തു വന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് പാപത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ചിന്ത. ആ സ്വഭാവം ഇതാണ്: പാപം നമ്മെ വേട്ടയാടും. പാപത്തിൻ്റെ വേട്ടയാടുന്ന ഒരു സ്വഭാവമുണ്ട്. അനേകരുടെ ജീവിതത്തെ മാനസിക സംഘർഷത്തിലും പിരിമുറുക്കത്തിലും കെട്ടിയിടുന്ന ഒരു കാരണം എന്നാണെന്നറിയാവോ? ഈ പാപം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ശക്തമായൊരു സ്വഭാവമാണ് വേട്ടയാടുക എന്നുള്ളത്. ഞാൻ ഓർക്കുകയാണ്, കുറച്ച് നാളുകളായിട്ട് വിദേശ രാജ്യത്തിൽ നിന്നും ഒരു കുടുംബം എന്നെ വിളിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ വിഷയം ഇതാണ്: ഒരു 15 വർഷം മുമ്പ് അവരൊരുമിച്ചൊരു തീരുമാനമെടുത്തു. തങ്ങളുടെ ഉദരത്തിൽ അവർക്ക് ദൈവം ദാനമായി നൽകാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊലപ്പെടുത്തി, അബോർഷൻ ചെയ്തു. അവിടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടതും അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്നു. അറിവില്ലായ്മയുടെ സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഒരുപക്ഷെ പാപത്തിൻ്റെ ആ രക്തക്കറയുടെ കാഠിന്യം എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കണമെന്നില്ല അന്നങ്ങനെ ചെയ്തത്. എന്തുമായിക്കൊള്ളട്ടെ, പൂർണ്ണമായ അറിവോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതേക്കുറിച്ചുള്ള അതിൻ്റെ വരുംവരായകളെക്കുറിച്ചുള്ള അറിവുകളോ ഒന്നുമില്ലാത്തൊരു സമയത്തായിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. ആ സംഭവം അവിടെ കഴിഞ്ഞു. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ 15 വർഷം മുമ്പ് ചെയ്ത ഒരു പാപം അത് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞതാണ്. കർത്താവ് ക്ഷമിച്ചതാണ്. കർത്താവ് ക്ഷമിച്ചു, കർത്താവ് കരുണ കാണിച്ചതാണ്. പക്ഷേ ഈ പാപത്തിൻ്റെ ഒരു സ്വഭാവം ഇപ്പോഴും തലപൊക്കുക. ഈ പാപം ഇവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പാപം വേട്ടയാടുമ്പോൾ ശ്രദ്ധിക്കണം, പാപം ഒരുവനെ വേട്ടയാടാൻ തുടങ്ങുമ്പോൾ പാപത്തിൻ്റെ പ്രവണത, പിശാചിൻ്റെ പ്രവണത, പിശാച് ഒരുവനെ കുറ്റബോധത്തിലേക്ക് എത്തിക്കും. ഇപ്പം നമ്മൾ പാപം ചെയ്യുന്നവരാണ്, പാപം ചെയ്തിട്ടുണ്ടാകാം, പാപത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പാപത്തിൽ വീണാൽ പിന്നീട് എപ്പോൾ വേണമെങ്കിലും പിശാചിന് ഈ പാപത്തിൻ്റെ ഉയർത്തി കാണിച്ചിട്ട്, ഇന്നലെ കരുണ ലഭിച്ചതാകാം, കർത്താവ് നമ്മളോട് ക്ഷമിച്ചതാകാം, എങ്കിൽ പിശാചിന് നമ്മുടെ മനസ്സിലേക്ക് ഒരു കുറ്റബോധം കുത്തിവെച്ചിട്ട് ഈ പാപത്തിൻ്റെ വേട്ടയാടുന്നൊരു സ്വഭാവം നമ്മളിങ്ങനെ അത് വേട്ടയാടാൻ തുടങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. ഭയങ്കര ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ്. കാരണം ആ കുടുംബം എന്നെ വിളിച്ചിട്ട്, ആ സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ശരിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വിദേശത്താണ്, ഞങ്ങളിവിടെ സെറ്റിലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി കുറച്ച് ദിവസങ്ങളായിട്ട് ജോലിക്ക് പോലും പോയിട്ടില്ല. ജീവിത പങ്കാളി ജോലിക്ക് പോകാൻ പറ്റിയ അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ അച്ഛൻ അറിഞ്ഞണം. ഒരു സാമ്പത്തികമായി അത്ര ബുദ്ധിമുട്ടുണ്ടാകും. 2 മക്കളുണ്ട്. ഹസ്ബൻഡ് മക്കളെയൊക്കെ നോക്കുക. അച്ഛൻ 10-15 വർഷം മുമ്പ് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. ഞങ്ങൾക്ക് തെറ്റിപ്പോയെന്ന് പിന്നീട് മനസ്സിലായി. ഞങ്ങൾ 2 പേരും പോയി കുമ്പസാരിച്ചു, അത് ഏറ്റു പറഞ്ഞു. കർത്താവ് ക്ഷമിച്ചതാണെന്ന് ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചോ, ഈ 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ആരെങ്കിലും ഇവളെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പെട്ടെന്ന് ആ പാപം മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ആ പാപം ഇവളെ വേട്ടയാടി കുറ്റബോധത്തിലേക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് വരെ പോവാം. ഒരു മനോരോഗി എന്നൊക്കെ പറയാൽ
ഹസ്ബൻഡ് അച്ഛോ ഇപ്പോൾ ഒന്ന് അവൾ അങ്ങനെ വീട്ടിൽ പിന്നെ ഒന്നും ചെയ്യുകയില്ല. എന്നിട്ട് എപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളങ്ങനെ ചെയ്തില്ലേ, നമ്മളങ്ങനെ ചെയ്തില്ലേ, നമ്മളങ്ങനെ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ പ്രായത്തിലുള്ളൊരു കുഞ്ഞ് നമുക്കുണ്ടാകില്ലായിരുന്നോ, നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ 15 വയസ്സുള്ളൊരു മകൻ നമുക്കുണ്ടാകില്ലായിരുന്നോ, മകൾ നമുക്കുണ്ടാകില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ മക്കളുണ്ട്, തെറ്റാവുന്നവർക്ക് മനസ്സിലായി, അത് ഏറ്റു പറഞ്ഞതാണ്. എന്നാലും ആ പാപം ഇപ്പോഴും വേട്ടയാടുകയാണ്. എന്നിട്ട് സ്വാഭാവികമായ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റണില്ല. ജീവിത പങ്കാളിയുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, മക്കളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല, വാതിലടച്ചിട്ടിരിക്കുക, ചുമ്മാ ഇരിക്കുക, ഒരു സൂയിസൈഡൽ ടെൻഡൻസി, ഇനി ചത്താൽ മതി, ഇനി മരിച്ചാൽ മതി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം പോലും അവിടെ ഇല്ല. 15 വർഷക്കാലം വലിയ കുഴപ്പമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ പോയതുവാ. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ലേ? പോകാം. പക്ഷേ ആ പാപത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, വേട്ടയാടുന്ന സ്വഭാവം, അതിങ്ങനെ ഇവളെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുക. ഈ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും. അപ്പോൾ പാപം നമ്മളെ വേട്ടയാടുമ്പോൾ ഇന്നലകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപം, പാപസുഖങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിനേറ്റ ചില ഭാരം, വിഷമം, അത് വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്നുള്ള മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. ഈ പാപം നമ്മൾ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പാപം വേട്ടയാടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പാപത്തിൻ്റെ സ്വഭാവം ചെയ്തോട്ടെ. ദൈവമക്കളുടെ സ്വഭാവമല്ലേ വെളിപ്പെടുത്തണ്ടേ? പട്ടിയുടെ സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ, മനുഷ്യൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ, ഒരു ദൈവമകൻ, ദൈവമകൾ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തണം. ഇങ്ങനൊരു അവസ്ഥയിൽ പാപം തൻ്റെ സ്വഭാവമാകുന്ന ഈ വേട്ടയാടുന്ന സ്വഭാവം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാനൊരു തീരുമാനമെടുക്കണം. ആ കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് പാപത്തിന് വേട്ടയാടാനുള്ള അവസരം നമ്മൾ കൊടുക്കരുത്. പാപം വേട്ടയാടും, തീർച്ചയാണ്. പാപം വേട്ടയാടും എന്നുള്ളത് തീർച്ചയാണ്. കാരിസ്മ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനായ ബഹുമാനപ്പെട്ട കുര്യൻ കാരിക്കൽ അച്ഛൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഇടയ്ക്ക് പുറത്തിറങ്ങിയതാണ്. നിന്റെ പാപം നിന്നെ വേട്ടയാടും. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പാപം ഒരുവനെ വേട്ടയാടുന്നത്, ഒരുവൻ്റെ പാപം എങ്ങനെയാണ് കുടുംബത്തെ സ്വാധീനിക്കുന്നത്, ഒരുവൻ്റെ പാപം എങ്ങനെയാണ് തലമുറകളിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത്, ഒരുവൻ്റെ പാപം എങ്ങനെയാണ് അന്തരീക്ഷത്തെ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് അതിനെ വേട്ടയാടുന്നതൊക്കെ മനോഹരമായിട്ട് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അതിനകത്തുണ്ട്. പാപം വേട്ടയാടിയ ജീവിതങ്ങളുമുണ്ട്. അപ്പോൾ പാപം വേട്ടയാടും എന്നുള്ളത് പാപത്തിൻ്റെ സ്വഭാവം, അത് ചെയ്തോട്ടെ. പാപം പാപത്തിൻ്റെ സ്വഭാവം ചെയ്യട്ടെ, പിശാചിൻ്റെ സ്വഭാവം പ്രവൃത്തി ചെയ്യട്ടെ. പക്ഷെ ദൈവമക്കൾ ഒരു പാപം നമ്മളെ വേട്ടയാടാൻ തുടങ്ങുമ്പോഴേ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ ഓടിക്കൊള്ളണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. കർത്താവ് ക്ഷമിച്ചതാണ്, കർത്താവ് കരുണ കാണിച്ചതാണെന്നുള്ള ആ അവബോധം നമ്മൾ ആത്മാവിലെടുത്തിട്ട് നമ്മളോട് തന്നെ ദൈവമകൻ എന്നുള്ള, ദൈവമകൾ എന്നുള്ള ഒരു ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്നോട് പറയണം, എന്നെ വേട്ടയാടുന്ന പാപത്തിൻ്റെ പിന്നിലുള്ള പിശാചിനോട് പറയണം, മോനെ, എൻ്റെ ദൈവം ഈ പാപം ചെയ്തപ്പോൾ, ഞാനത് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് എന്നോട് കരുണ കാണിച്ചതാ. ഈ പാപം വേട്ടയാടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഏറ്റുപറച്ചിലും തയ്യാറായാൽ മതി. ചിലപ്പോൾ ഏറ്റുപറയാത്ത ചില പാപങ്ങളുണ്ടാകും, കർത്താവിൻ്റെ കരുണ ലഭിക്കാത്ത ചില പാപങ്ങളുണ്ടാകും, വർഷങ്ങളായി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ചില പാപങ്ങൾ, നാളുകൾ കൊണ്ടു നടക്കുന്ന ചില പാപങ്ങൾ, ചിലപ്പോൾ മരണം വരെ കുമ്പസാരിക്കാതെയോ ഏറ്റുപറയാതെയോ തമ്പുരാൻ്റെ മുമ്പിൽ എളിമപ്പെടാതെയോ അഹങ്കാരത്തിൽ ഞാൻ ഈ പാപം ചെയ്ത് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന ചില പാപത്തിൻ്റെ മേഖലകളുണ്ടാകും. പക്ഷേ മരണത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം തലപൊക്കിയിട്ട് ചിലപ്പോൾ മരണവിനാഴികയിലായിരിക്കും നിന്നെ കുറ്റപ്പെടുത്താൻ പോകുന്നത്. പന്തമില്ലാത്തൊരു അന്താളിപ്പുണ്ടാകും. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. എത്രയോ ജീവിതങ്ങളെ കണ്ടിരിക്കുന്നു. അവിടെ അവസാന നാളുകളിൽ ഇന്നലകളുടെ പാപം വേട്ടയാടിയിട്ട് വിളിക്കാറുണ്ട്, അച്ഛാ ഒന്ന് വരാവോ, ഒന്ന് കുമ്പസാരിക്കണമെന്ന്. എൻ്റെ ജീവിത പങ്കാളി പറയോ ഒന്ന് കുമ്പസാരിക്കണമെന്ന്. അച്ഛാ 10-30 വർഷമായിട്ട് ഇത് ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, ഇപ്പോൾ ഇത് ഞാൻ പറയോ എനിക്കിപ്പോഴൊന്ന് കുമ്പസാരിക്കണമെന്ന്. അച്ഛനൊന്ന് വരാമോ വെച്ചോ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ വെച്ചോ, അച്ഛനൊന്ന് കുമ്പസാരം കേൾക്കാമോ വെച്ചോ. ഈ പാപം
നമ്മെ വേട്ടയാടാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ പാപത്തെക്കുറിച്ച് അഹങ്കരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതി കടന്നു പോയാലും ചിലപ്പോൾ മരണത്തിൻ്റെ വിനാഴികയിലെത്തുമ്പോൾ, മരണത്തോടടുക്കുമ്പോൾ ഇവൻ നമ്മെ ശക്തമായ ഒരു വേട്ടയാടലിലേക്ക് നയിക്കും. എന്തിനാ? കുറ്റബോധത്തിലേക്ക് നയിക്കാൻ, സ്വയം ശപിക്കാൻ. കർത്താവിൻ്റെ കരുണ സ്വീകരിക്കേണ്ട നാം കർത്താവിൻ്റെ കരുണയിലല്ലാതെ മരണപ്പെടാനും ഒരു കുറ്റബോധത്തിൽ നിരാശയിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നില്ലെങ്കിൽ മരണത്തിന് ശേഷവും നിത്യനാശമെന്ന, നരകമെന്ന ഒരനുഭവത്തിലേക്ക് നിന്നെത്തിക്കും. ശരിക്കും പറഞ്ഞാൽ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ജീവിതത്തിലും പാപം വേട്ടയാടുന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ നിത്യനാശം, നരകം എന്നൊക്കെ നമ്മുടെ ആത്മാവിൽ വരുന്ന ഒരു സ്വാധീനമുണ്ടല്ലോ, ഒരു വേദനയുണ്ടല്ലോ. ഇതൊക്കെ ഈ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം. അപ്പോൾ പാപം വേട്ടയാടും, അത് അതിൻ്റെ സ്വഭാവം ചെയ്യട്ടെ. അപ്പോൾ ദൈവമക്കളായ നമ്മൾ ചെയ്യേണ്ടത്, ഈ പാപം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലകളുടെ പാപത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഓർമ്മകളിൽ വന്നിട്ട് അത് നമ്മെ കുറ്റപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിച്ചതാണ്. ഇന്നുവരെ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ, ശ്രദ്ധിക്കണം, നമ്മൾ ഇന്നുവരെ ആ പാപം ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ആ പാപം തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ ഒരു പാപം ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. അപ്പോൾ സംഭവിക്കുന്നതിനാ പാപത്തിൻ്റെ വേട്ടയാടുന്ന സ്വഭാവം മാറും. പിശാചിന് നമ്മുടെ മേൽ അധികാരമില്ല. പിശാച് നമ്മുടെ മേൽ അധികാരം എടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കുറ്റബോധത്തിലൂടെ, പാപത്തിൻ്റെ വേട്ടയാടലിലൂടെ പിശാച് നമ്മുടെ മേൽ അധികാരം എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരം കർത്താവിൻ്റെ കരുണയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാപത്തെ നോക്കി, പാപത്തിൻ്റെ പിന്നിലുള്ള പിശാചിനെ നോക്കിയിട്ട് പറയും, കർത്താവിനോട് ഇന്നലകളിൽ കരുണ കാണിച്ചതാ, കർത്താവിനോട് ക്ഷമിച്ചതാ. ഞാൻ ഏറ്റുപറയാത്തതാണെങ്കിൽ ഞാനിപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി എളിമപ്പെട്ട് അത് ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കരുണ ഒഴുകുകയാണ്. അപ്പോൾ പാപം നമ്മളെ വേട്ടയാടുമ്പോൾ ഒരു കാര്യം കൂടിയും അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്, ഒരു ആത്മീയ സന്തോഷം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു ഏറ്റുപറച്ചിലേക്ക്, കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ദൈവത്തിൽ അതുപോലെ ജീവിതത്തെ കൊടുക്കാനുള്ള, ഞാൻ ഓർക്കെ ഒരു പെങ്കൊച്ച്, അവൾ വർഷങ്ങൾ ഒരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായി. ആ റിലേഷൻഷിപ്പ് ബ്രോക്കായി, തകർന്നു പോയി. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ അതുപോലെ ശരീരങ്ങൾ പോലും പരസ്പരം പങ്കുവെക്കുന്നൊരവസ്ഥയിലേക്ക് ആ റിലേഷൻഷിപ്പ് പോയതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ചിൻ്റെ വിവാഹമായപ്പോൾ ഇവൾക്ക് അത് ഭയങ്കര, വിവാഹം നടത്താൻ ഇവൾ കുറേ സമ്മതിച്ചില്ല. അവസാനം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടെ മനസ്സിലേക്ക് ഒരു പാപം ഇങ്ങനെ കുത്തിക്കോ, നീ ചതിക്കുമല്ലേ, നീ വഞ്ചിക്കുമല്ലേ, ഈ പുരുഷനെ നീ വഞ്ചിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പാപം ഇങ്ങനെ വേട്ടയാടുക. പാപം ഇങ്ങനെ തലപൊക്കാൻ തുടങ്ങിയിട്ട് വേട്ടയാടുക. ഈ പാപം വേട്ടയാടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നോക്കണം. സുവിശേഷത്തിന് മനോഹരമായ ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ഒരു 2 പേരുടെ ജീവിതം കൃത്യം എടുത്തു വെച്ചാൽ മനസ്സിലാവും. പത്രോസ് പാപം ചെയ്തു, ഈശോയെ തള്ളിപ്പറഞ്ഞു. പത്രോസ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ് കോഴി കൂകിക്കഴിഞ്ഞപ്പോൾ പത്രോസ് ചെയ്തതന്നെ, അവൻ തൻ്റെ പാപത്തെ ഓർത്ത് കരഞ്ഞു. എന്നിട്ട് പിന്നീട് അവൻ അത് ഏറ്റുപറയും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിനെ അത് ഏറ്റുപറയുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തൻ്റെ ജീവിതം വെച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് ഇവൻ തിരിഞ്ഞു. അതാണ് പത്രോസ് ചെയ്തത്. അവന് കരുണ ലഭിച്ചു. പിന്നെ പാപത്തിന് അവന് വേട്ടയാടാൻ പറ്റിയില്ല. എന്നാൽ യൂദാസ് ചെയ്തത് എന്താ? താൻ കർത്താവിന് ഒറ്റിക്കൊടുത്തു. ഒറ്റിക്കൊടുക്കലിൻ്റെ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ പാപമിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഇവൻ ചെയ്തത് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയാതെ അവൻ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തി ആത്മഹത്യയിലേക്ക് എത്തി, നിത്യനാശത്തിലേക്ക് പോയി എന്ന് പറയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പാപം വേട്ടയാടുമ്പോൾ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കരുണയിലേക്ക് ജീവിതം വെച്ച് ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗം നമ്മളെ പിടിച്ചുയർത്തും, അവൻ്റെ കരുണയുടെ ഭാഗമായി നമ്മൾ മാറും. അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകും. പാപം വേട്ടയാടുമ്പോൾ പിശാചിൻ്റെ മുമ്പിൽ ജീവിതത്തെ അടിയറ വയ്ക്കുന്നൊരവസ്ഥ വരും. നമുക്ക് തീരുമാനമെടുക്കാം. ഇവിടെ കൃത്യമായിട്ട് സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടതാ. അവിടെ ഈ പാപം ഹെരോദോസിനെ വേട്ടയാടാൻ തുടങ്ങി. അവൻ ചെയ്തൊരു പാപം. നാളുകൾ കഴിഞ്ഞു. പിന്നീട് യേശുവിൻ്റെ ഉദയം വന്നപ്പോൾ, യേശു അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. ഹെരോദോസ് ചിന്തിക്കുന്നതിനാ, ഞാൻ ശിരച്ഛേദം ചെയ്ത് യോഹന്നാനാ. ഈ പാപം വേട്ടയാടുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം നമ്മളെ വേട്ടയാടുമ്പോൾ
കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ജീവിതം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു വരുന്ന ആരാധന സമയത്ത് പ്രത്യേകം നമ്മുടെ ഇന്നലകളിൽ നമുക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ചില തെറ്റുകൾ നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ടാകാം. ഏറ്റുപറയാത്ത ചില പാപത്തിന് എല്ലാം കർത്താവിൻ്റെ കരുണയിൽ ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുത്ത് ഒരു ഏറ്റുപറച്ചിലിന് കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ജീവിതത്തെ കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സ്വർഗം നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനായി തുറന്നു വരുന്ന ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരമായ കരുണ നമ്മളിലേക്ക് ഒഴുകി ഒരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ. നമ്മളോട് കരുണ കാണിക്കുന്ന സർവശക്തനായ ദൈവം ഇന്നുവരെ നമ്മെ സ്നേഹിച്ച് പരിപാലിച്ച് വഴി നടത്തിയ പൊന്നുതമ്പുരാൻ, ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ ഇപ്പോൾ ഈശോയോട് ചോദിച്ചു മേടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പഴയ പാപങ്ങളോട് കർത്താവ് കരുണ കാണിക്കണം. ആ കരുണ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അപ്പോഴാണ് പാപത്തിന് നമ്മൾ വേട്ടയാടാൻ പറ്റാതെ പോകുന്നത്. കരങ്ങൾ രണ്ടൊന്ന് തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. ഈശോയെ, എന്നോടും എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഏതൊക്കെ മേഖലകളിലാണോ കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ടത് ആ മേഖലകളെല്ലാം ഇപ്പോൾ ദൈവത്തിന് കൊടുത്തു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മേഖല കൊടുത്തു പ്രാർത്ഥിക്കുക. ആത്മീയ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് കൊടുക്കുക. സാമ്പത്തിക വരുമാന മാർഗങ്ങളുടെ മേൽ കർത്താവ് കരുണ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കളുടെ ജീവിതത്തിൻ്റെ മേലോ കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും മേൽ ദൈവത്തിൻ്റെ കരുണയൊഴുകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഉപരി കർത്താവെ, എൻ്റെ ഇന്നലകളിൽ ഞാൻ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ മേൽ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കുന്ന കാരുണ്യവാനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ കാരുണ്യം അനുഭവിക്കാത്തത് കൊണ്ട് പഴയ പാപത്തിൻ്റെ കുടുക്കിൽപ്പെട്ട് ആ പാപം ഞങ്ങൾ ഇന്നും വേട്ടയാടുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവെ, പരിപൂർണമായ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഞങ്ങളുടെ ഇന്നലകളിലേക്കും ഇന്നലകളുടെ ഓർമ്മകളിലേക്കും പിശാച് ഞങ്ങളിലേക്ക് കുത്തിവെക്കുന്ന എല്ലാ പാപചിന്തകളിലേക്കും ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവെ, കാരുണ്യവാനായ ദൈവമേ, പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്നിരിക്കുന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഇപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ കർത്താവെ, പഴയ പാപത്തിൻ്റെ ഓർമ്മകൾ, പാപം വേട്ടയാടുന്ന മേഖലകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനെതിരായി ഇന്നലെ കടന്നുപോയ പാപത്തിൻ്റെ കെട്ടുകളെ കർത്താവെ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ പാപക്കെട്ടുകളെയും യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൃപ ചോർന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഇന്നലകളിൽ വീണുപോയ മേഖലകളിൽ കർത്താവെ അവിടുത്തെ കരുണ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അവിടുത്തെ സ്നേഹമൊഴുകുന്നതിന് അവിടുത്തെ കരുണ ഈ മക്കളിലേക്ക് ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീന വലയങ്ങളും എല്ലാ പിശാചിൻ്റെ കെണികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കരുണ കാണിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, എന്നോട് കരുണ കാണിക്കണമേ. ഈശോയെ, എൻ്റെ ഇന്നലകളോട് കരുണ കാണിക്കണമേ. ഈശോയെ, എൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കണമേ. ഈശോയെ, എൻ്റെ മക്കളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. കർത്താവിൻ്റെ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്.
കരുണ അനുഭവിക്കാത്തൊരു വ്യക്തിക്കും ഒരു വിശുദ്ധ ജീവിതം ആരംഭിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമൊക്കെ സംഭവിക്കുന്നത് എൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് അത് ഏറ്റുപറയുമ്പോഴാണ്. ഈശോയെ, എല്ലാ പാപങ്ങളും അങ്ങയുടെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകുമെന്നുള്ള ദൈവവചനത്തിൻ്റെ സന്ദേശം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഏറ്റുപറയാത്തൊരു പാപത്തിൻ്റെ മേഖലകൾ ഞങ്ങൾ അവശേഷിപ്പിക്കാതെ എല്ലാ പാപത്തിൻ്റെ മേലും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ